ഇന്ന് 18 ഡിസംബർ ആണ് ഡേറ്റ്. കുറച്ച് മുമ്പാണല്ലോ എനിക്ക് പെട്ടെന്ന് ഒരു കോള് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ എംബസിന്ന് വിളിക്കുക, ഡൽഹിയില് വെരിഫിക്കേഷന്റെ ഭാഗമായിരുന്നു. ഞാൻ ഒരുമാതിരി ഷോക്കായിട്ട്, കാരണം ഞാൻ ഒക്ടോബറിൽ വെച്ച വിസയാണ്. ഇതുവരെയായിട്ട് എനിക്ക് വെരിഫിക്കേഷൻ കോളോ, ഇതുവരെയായിട്ട് ഭയങ്കര ഡിലേ ആയി, 2 മാസത്തോളം ആയല്ലോ. അപ്പം ഞാനാണെങ്കിൽ അന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പറയണം അങ്ങനെ പറയണം, ഇത് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കും, അതൊക്കെ ഇങ്ങനെ പറയണം ഒക്കെ പഠിച്ച അന്ന് വെച്ചതാ. ഇന്ന് രാവിലെ ആയിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ട് പെട്ടെന്ന് എനിക്ക് കോൾ വന്നു. അപ്പൊ ഞാൻ കരുതി എടുക്കണോ കട്ടാക്കണോ എന്ന് കരുതി. പിന്നെ കരുതി എടുക്കാം, എന്തായാലും എടുത്ത് സംസാരിക്കാന്ന് കരുതി. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്നോട് പറയാ ഞങ്ങൾ ഇതുപോലെ എംബസിന്ന് വിളിക്കുക. ഞാൻ ഭയങ്കര ഷോക്കായി പോയി. കാരണം ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഒരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. കാരണം എന്താ പറയട്ടെ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ. അന്ന് നോക്കി വെച്ചല്ലേ. അത് കഴിഞ്ഞ് പെട്ടെന്നായപ്പോഴത്തേക്ക് ഞാൻ നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കി എന്തൊക്കെയാ ചോദിക്കാൻ സാധ്യത. പിന്നെ എനിക്ക് തോന്നുന്നൊരു 1/4 മണിക്കൂറോളം എന്നോട് സംസാരിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തുരുതുരാന്ന് ചോദിച്ചോണ്ടിരിക്കുക. അതെന്തായിരുന്നു അങ്ങനെ, ഇതെന്തായിരുന്നു ഇങ്ങനെ, എങ്ങനെ അത് വന്നു, അതെങ്ങനെ വന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത്, അതായത് 2020 പാസ് ഔട്ട് ആയ ടൈം തൊട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക. അതൊക്കെ ചോദിച്ചു ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഒപ്പിച്ചു. അറിയില്ല ഗൈസ്, വിസ കിട്ടുമെന്നൊന്നും അറിയില്ല. ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കൂളായി വന്നു. എല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്തായിരിക്കും അറിയില്ല, വിസ കിട്ടുമെന്ന് അറിയില്ല. വെയിറ്റ് ചെയ്യാം. ഇന്ന് 23 ഡിസംബർ, ദിവസം മൺഡേ. എനിക്ക് ഇന്നാണെങ്കിൽ കോട്ടയം ബ്ലൂ ഡാർട്ടിൽ നിന്ന് കോൾ വന്നു. ഞാൻ അവിടെ ആണ് അഡ്രസ്സ് കൊടുത്തിരുന്നത് എൻ്റെ പാസ്പോർട്ട് വരാനായിട്ട്. എൻ്റെ പാസ്പോർട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. എനിക്കറിയില്ല അതിനകത്ത് വിസ ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയത്തില്ല. കാണുമ്പോഴേ അറിയത്തുള്ളൂ അതിനകത്ത് ഉണ്ടോ എന്ന്. അപ്പോൾ അത് പോയി കളക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോകണം. നീണ്ട 2.5 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്കത് കിട്ടുന്നത്. ഒക്ടോബർ 10 വെച്ച സാധനം. 2.5 മാസത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ എനിക്ക് കിട്ടാൻ പോവാണ്. എന്തൊക്കെയോ മിക്സഡ് ഇമോഷൻസ് ആണ് എനിക്ക് കേട്ടോ. സത്യം പറഞ്ഞാല് ഞാനത് കളക്ട് ചെയ്യാൻ പോണം. ബാക്കി കാണാം. ഗൈസ്, ഞാൻ നല്ല ടയർഡാണ്. ഇപ്പോൾ ഒരു ഈവനിങ് ആയി കാണും. ഞാൻ എൻ്റെ വിസ പോയി കളക്ട് ചെയ്ത് ഗൈസ്. എൻ്റെ ഒരു ഡ്രീമാണ് പുറത്തു പോയി പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ മാത്രം തീരുമാനമാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനത് ഇങ്ങനൊരു ഫാക്ടർ ഉള്ളതുകൊണ്ട് മാറ്റി വെക്കത്തില്ല. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചാണ്. സോ എന്തായാലും നേരിടും എന്നൊരു ഇതിലാണ് പോകുന്നത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാം സെറ്റായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അൺസഹിക്കബിൾ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് തണുപ്പാണ്. അതെനിക്ക് പറ്റാത്തൊരു കാര്യം. ചൂടാണെങ്കിലും ഞാൻ സഹിക്കും, പക്ഷെ തണുപ്പ് എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ എന്തിനാണ് ഞാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എൻ്റെ ഡിസിഷനായിരുന്നു. ആരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീരുമാനിച്ചു പോയി. വിസ വരെ കിട്ടി. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോയേ പറ്റൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പനി പിടിച്ചു. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. ഞാൻ മാസ്റ്റേഴ്സ് ബാംഗ്ലൂർ പഠിക്കാൻ പോയ സമയത്ത് ഇതുപോലായിരുന്നു. എല്ലാം വലിച്ചു വാരി കെട്ടിപ്പോവും. അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതീക്ഷ പോയതാണ്. ഒന്നും നടത്തില്ല. പക്ഷെ അതുകൊണ്ട് എനിക്കിപ്പോൾ അയർലൻഡിൽ പോകുന്ന വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ. അന്ന് ബാംഗ്ലൂർ പോയ സമയത്ത് ബാംഗ്ലൂർ സൂപ്പറാണ്, അവിടെ അടിച്ചു പൊടിക്കാം, അതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയതാണ്. ഒന്നും നടന്നില്ല. അതുകൊണ്ട് എനിക്ക് അയർലൻഡിൽ പോകുന്ന സമയത്ത് അങ്ങനെയുള്ള വലിയ എന്താ പറയാ ധാരണകളൊന്നും ഇല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് തെർമൽസ് ആണ് കേട്ടോ. ഇതെന്തായാലും കൊണ്ടുപോയേ പറ്റൂ. ഇത് അത്യാവശ്യമാണ് അവിടുത്തെ. ഇത് സ്റ്റോക്കിങ്സും. ഹേ ഗായ്സ്, ഇന്ന് 22 ജാനുവരി. നാളെ ഈവനിങ് 23 ഈവനിങ് 4:30 ഞാൻ അയർലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, പെട്ടിയൊക്കെ എടുത്തു വെച്ചു. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് എറണാകുളം പോയി സ്റ്റേ ചെയ്തിട്ട്
അവിടെ നിന്ന് നാളെ പോകാനാണ് തീരുമാനിച്ചത്. എനിക്ക് ഒത്തിരി ട്രാവൽ പറ്റാത്തത്. അപ്പോൾ പാക്കിംഗ് കഴിഞ്ഞു. ഏകദേശം ഞാൻ എടുത്തിരുന്ന 40 kg ആയിരുന്നു. അത് എക്സ്ട്രാ ബാഗേജ് കൊടുത്താണ് 40 kg എടുത്തത്. അത് കഴിഞ്ഞിട്ട് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തികഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ നൈറ്റ് ആയപ്പോഴത്തേക്ക് 10 kg എക്സ്ട്രാ എടുത്തു. വെയിറ്റ് നോക്കിയപ്പോൾ 49 kg ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ 10 kg എക്സ്ട്രാ എടുത്തു. അതല്ലാണ്ട് പാഴ്സൽ ചെയ്യുന്നുണ്ട്, കൊറിയർ അയക്കുകയാണ് ഡയറക്റ്റ് അയർലൻഡിലേക്ക്. എല്ലാ സാധനങ്ങളും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഓൾമോസ്റ്റ് 20 kg പാഴ്സൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇന്ന് ചെയ്യണം. ഏകദേശം ഒരു 15 ഡേയ്സിനുള്ളിൽ നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് എനിക്ക് ഏകദേശം 58,000 ആയിരുന്നു ആയത്. അതല്ലാണ്ട് അത് എക്സ്ട്രാ 5 kg എടുത്തിട്ട് അതല്ലാണ്ട് നമ്മൾ ഇന്നലെ 10 kg കൂടെ എക്സ്ട്രാ എടുത്തപ്പോൾ ഒരു 14,000 സംതിങ് കൂടെ എക്സ്ട്രാ ആയിട്ടുണ്ട്. അതല്ലാണ്ട് 21 kg അയക്കുന്നതിന് ഏകദേശം ഒരു 17,000 rupees അത്രയാണ് വരുന്നത്. ബാഗേജിന്റെ ഇഷ്യൂ വന്നുകൊണ്ടാണ്. നമുക്ക് കുറച്ചുകൂടെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് അലോവൻസ് തരുവാണെങ്കിൽ നമുക്കൊരു യൂസ്ഫുൾ ആയിരുന്നു. കാരണം ആദ്യമായിട്ട് ഇന്റർനാഷണലിൽ പോകുന്നുണ്ട്. പക്ഷേ അതങ്ങനെ അവർ തരുന്നില്ല. ഞാൻ എത്തിഹാദിലാണ് ഫ്ലൈ ചെയ്യുന്നത്, പക്ഷെ അവർ തരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ലഗേജ് എടുക്കേണ്ടി വന്നത്. ഓൾറെഡി സാധനങ്ങളെല്ലാം കണ്ടോ ഫുള്ളി പാക്ഡ് വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ മൊത്തം സ്ഥലമില്ലാണ്ടിരിക്കാം. നമ്മൾ കൊറിയർ അയക്കാനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിരിക്കുകയാണിപ്പോൾ. നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ലെൻസ് കാർഡ് എൻ്റെ സ്പെക്സിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെൻസ് കാർഡിൽ പോയി 2 സ്പെക്സും കളക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ ലുലുവിലേക്കാണ് പോയത്. എനിക്കൊരു ലാപ്ടോപ്പ് പുതിയതെടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഫുഡ് കഴിച്ചു. പാരഗണിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് റൂമിലേക്ക് പോയത്. ഇതാണ് നമ്മുടെ റൂം. ഒരു ഓക്കെ റൂമാണ്. വലിയ റൂമൊന്നുമല്ല, ഓക്കെ റൂമാണ്. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഒരു റൂമുണ്ട്. ഇത് മറീന സ്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ടിന്റെ അടുത്ത്. ഇപ്പം ടൈം ഏകദേശം 10:45. എനിക്ക് 1:30 അവിടെ കയറണം. 4 മണിക്കാണല്ലോ ഫ്ലൈറ്റ്, 4:30 ഫ്ലൈറ്റ്. അപ്പൊ 1:30 കയറണം, ഫുഡ് കഴിക്കണം, കുളിക്കണം, റെഡി ആവണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ 3 റൂമാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഞാനിവിടെ ഉണ്ട്, എന്റെ ചേച്ചിയും ഹസ്ബൻഡും അവിടെ ഉണ്ട്, അപ്പുറം അച്ഛനുണ്ട്. ബാക്കി പരിപാടികൾ ചെയ്തിട്ട് ടൈം പോകുന്നു, റെഡി ആവണം, കാര്യങ്ങളുണ്ട്. ഞാൻ റെഡിയായി നിൽക്കുകയാണ്, ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. ഇതൊരു വെൽവെറ്റ് ടൈപ്പ് ഒരു കോട്ട് സെറ്റ് ആണ്. നല്ല സുഖമുണ്ട്. ഇപ്പൊ ഭയങ്കര ചൂടാണ്, ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴല്ല. അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ വന്നു. പുറത്തുള്ള കാഴ്ചകളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കയറുന്നതിൻ്റെ ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടൊന്നും എടുത്തില്ല. അകത്ത് കയറി വെയിറ്റ് ചെയ്യാണ് നമ്മൾ. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഡിപ്പാച്ചർ ടൈമും ഒക്കെ അതിനകത്തുണ്ട്. Good evening, ladies and gentlemen. May I have your kind attention, please? This is the boarding announcement for passengers traveling on. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വിൻഡോ സീറ്റ് ആയിരുന്നു. അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ പോകാമല്ലോ. അതുകൊണ്ടാണ് ഞാനത് ബുക്ക് ചെയ്യുന്നത്. എനിക്ക് വിൻഡോ സീറ്റാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മളിപ്പോൾ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. അവിടെ എന്തോ അയർലൻഡ് സ്റ്റോമിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് റെഡ് അലേർട്ട് ആയതുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവർ പറയണം എയർപോർട്ടിൽ നിന്ന്. അതിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് നമ്മളൊരു 7 മണി ആയപ്പോഴത്തേക്ക് ലാൻഡ് ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിട്ടാനായിട്ട്. നമ്മൾ 7 മണിക്ക് ലാൻഡ് ചെയ്തിട്ടും 10 മണിയായപ്പോഴാണ് അവർ ഫുഡ് കൂപ്പൺ തന്നത്. 12:30 അവർ റൂമൊക്കെ അറേഞ്ച് ചെയ്തത്. അത് ഭയങ്കര ഒരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എത്തിഹാദിൻ്റേത്. കാരണം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് കൊച്ചി ടു അബുദാബി വന്നിട്ടും ഇത്രയും ഡിലേ ആക്കിയതുകൊണ്ട്. നമ്മൾ റൂമിൽ എത്തിയത് 2-2:30 ആയപ്പോഴത്തേക്ക് അത്രയും ഡിലേ വന്നിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ.
ഇതാണ് നമ്മൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേ ഹോട്ടൽ എന്ന് പറയുന്നത്. ഇതൊരു അടിപൊളി സ്റ്റേ ഒക്കെ ആയിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ബെഡ്റൂം ആയാലും വാഷ്റൂം ആയാലും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷേ അവർ ചെയ്തു തന്നത് കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു. നമ്മൾ 7 മണിക്ക് ലാൻഡ് ചെയ്തു. അവർ ഫുഡ് കൂപ്പൺ തന്നത് 10 മണിക്ക്. റൂമൊക്കെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് 12 മണി. നമ്മൾ റൂമിലെത്തിയപ്പോൾ തന്നെ 2-2:30 ആയി. പിന്നെ നാളെ രാവിലെ നമുക്ക് മോർണിംഗ് 9:30ക്ക് പോകേണ്ടതാണ്. അത് അത്ര രസമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല, ഇത്രയും ഡിലേ ചെയ്യിപ്പിച്ചത്. പിന്നെ മോർണിംഗ് തന്നെ എഴുന്നേറ്റു, ഫുഡ് കഴിക്കണം. നമുക്ക് 9:30 കൂടിയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ബൊഫേ ആയിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട അതൊക്കെ എടുത്ത് വന്നു. നേരെ എയർപോർട്ടിലേക്ക് പോയി. 12:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റൊക്കെ കയറി. എനിക്കിപ്പോൾ അട്ടം കിട്ടിയത് മിഡിൽ സീറ്റ് ആയിപ്പോയി. അത് ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് പിന്നെ അസൈൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് മിഡിൽ സീറ്റായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്നു. ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് അതത്ര സെറ്റായില്ല ഫുഡ്. പിന്നെ TV ഒക്കെ കണ്ട് കോക്കൊക്കെ കുടിച്ച് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. അങ്ങനെ ഒരു ലോങ് ട്രാവലിന് ശേഷം നമ്മൾ അവസാനം അയർലൻഡിൽ ലാൻഡ് ചെയ്തു. ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് പിക്കപ്പിന് ആൾ വരുന്നതായിരിക്കും. അതൊക്കെ ആൾ വന്നു. നമ്മളൊരു 6 പേരോടുമാണ് വണ്ടിയിൽ നമ്മൾ ഒരു ഏരിയയിലേക്കുള്ളവരെ കൊണ്ടാക്കി. അങ്ങനെ നൈറ്റ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റുള്ളൊരു വ്യൂ ആണ്. ബാക്കി വീഡിയോസ് പറയാം. ബൈ.